നമസ്കാരം. കഥകളുടെ കാലത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമനു വേണ്ടി സ്വന്തം സഹോദരനെ വഞ്ചിച്ച ഒരാൾ, എന്നാൽ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. വിഭീഷണൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ലങ്കയിലെ അസുര രാജാവായിരുന്ന രാവണന്റെ അനുജനായിരുന്നു വിഭീഷണൻ. ഒരു അസുരനായി ജനിച്ചുവെങ്കിലും തന്റെ കുലത്തിന്റെ സ്വഭാവവിശേഷങ്ങളൊന്നും വിഭീഷണൻ പ്രകടിപ്പിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദാത്തമായ സ്വഭാവഗുണങ്ങളുള്ള വ്യക്തിയും ശ്രീ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരവും രാമായണത്തിലെ കേന്ദ്രകഥാപാത്രവുമായ ശ്രീരാമന്റെ പരമഭക്തനുമായിരുന്നു. സമാധാനകാംക്ഷിയായിരുന്ന വിഭീഷണൻ ശ്രീരാമന്റെ പത്നിയായ സീതയെ അപഹരിക്കുന്നതിനെതിരെ രാവണനെ ഉപദേശിക്കാൻ ശ്രമിച്ചിരുന്നു. സീതയെ ഭർത്താവിന് തന്നെ തിരികെ നൽകാനാണ് അദ്ദേഹം തന്റെ ജ്യേഷ്ഠനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ രാവണൻ ആ വാക്കുകൾ അനുസരിക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ വിഭീഷണൻ ജ്യേഷ്ഠനെ വെടിഞ്ഞ് രാമന്റെ സൈന്യത്തിൽ ചേരുകയും ഉടുവനനെ പരാജയപ്പെടുത്താൻ രാമനെ സഹായിക്കുകയും ചെയ്തു. വിശ്രവസ് മഹർഷിയുടെയും കൈകസിയുടെയും ഏറ്റവും ഇളയ മകനായിരുന്നു വിഭീഷണൻ. രാവണന്റെയും കുംഭകർണന്റെയും സഹോദരനായ അദ്ദേഹം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നിലവിലെ കലിയുഗത്തിന്റെ അവസാനം വരെ ജീവിക്കുന്ന 7 ചിരഞ്ജീവികളിൽ ഒരാളാണ്. അസുരനായിരുന്നിട്ടും അദ്ദേഹം രാവണന്റെ പക്ഷം വെടിഞ്ഞ് രാവണനെതിരെ പോരാടാൻ ശ്രീരാമനോടൊപ്പം ചേരുകയായിരുന്നു. മഹാഭാരതത്തിലെ യുയുത്സുവിന്റെ കഥാപാത്രവുമായി വിഭീഷണന്റെ സ്വഭാവത്തിന് ഏറെ സാമ്യമുണ്ട്. ധൃതരാഷ്ട്രരുടെ മകനായിരുന്നു യുയുത്സു. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയുടെ തോഴിയായ സുഖതയിലുണ്ടായ മകനായതിനാൽ അദ്ദേഹം കൗരവരുടെ അർദ്ധസഹോദരനായിരുന്നു. എന്നിട്ടും കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കെതിരെ പോരാടാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ബാല്യകാലം മുതൽക്കേ വിഭീഷണൻ നിർമ്മലമായ മനസ്സും സാത്വിക സ്വഭാവവും അഫോർമാറ്റുണ്ടായിരുന്നു. ജന്മം കൊണ്ട് അസുരനായിരുന്നിട്ടും അദ്ദേഹം സ്വയം ഒരു ബ്രാഹ്മണനായിട്ടാണ് കരുതിയിരുന്നത്. മഹാനായ പുലസ്ത്യ മഹർഷിയുടെ പൗത്രനായിരുന്നതിനാൽ തന്റെ മഹത്തായ വംശത്തിന്റെ പേരും പ്രശസ്തിയും നിലനിർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനാൽ ഒരു ബ്രാഹ്മണൻ ചെയ്യുന്നതുപോലെ തന്നെ അദ്ദേഹം തന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. കുട്ടിക്കാലത്ത് അദ്ദേഹം തന്റെ ഭൂരിഭാഗം സമയവും ഭഗവത് നാമം ധ്യാനിക്കാനാണ് ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. തന്റെ മനസ്സെപ്പോഴും ഭഗവാന്റെ താമരപ്പൂ പോലുള്ള പാദങ്ങളിൽ ചലിക്കാതെ ഉറച്ചു നിൽക്കണമെന്നത് മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വിഭീഷണൻ പറഞ്ഞു. ശ്രീ മഹാവിഷ്ണുവിന്റെ ഒരു ദാസനാകാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ബ്രഹ്മാവ് സസന്തോഷം ആ വരം നൽകുകയും അവിടെ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ സീതാ സ്വയംവരത്തിന്റെ കാലഘട്ടത്തിലേക്ക് പിന്നോട്ടു പോകേണ്ടതുണ്ട്. സീതയെ ആദ്യമായി കണ്ടതുമുതൽ രാവണൻ അവളെ ആഗ്രഹിച്ചിരുന്നു. അവളുടെ സൗന്ദര്യത്തിലും ലാവണ്യത്തിലും പൂർണ്ണമായി ആകൃഷ്ടനായ രാവണൻ എന്തു വില കൊടുത്തും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. സമയമായപ്പോൾ സീതയുടെ പിതാവായ ജനകരാജാവ് അവളുടെ സ്വയംവര ചടങ്ങൊരുക്കി. ഇതിനായി അടുത്തുള്ള പ്രദേശങ്ങളിലെ എല്ലാ രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും അദ്ദേഹം ക്ഷണിച്ചു. ജനകരാജാവ് സ്വയംവര ചടങ്ങിൽ വരനാകാൻ എത്തുന്നവർക്കായി ഒരു നിബന്ധന വച്ചിരുന്നു. ഭീമാകാരമായ ശിവധനുസ്സ്, ശിവന്റെ വില്ല്, ഉയർത്തി അതിൽ ഞാൻ തൊടുക്കാൻ കഴിയുന്ന ആൾക്ക് മാത്രമേ തന്റെ മകളെ വിവാഹം കഴിച്ചു നൽകൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വില്ല് എടുക്കാൻ ശക്തരായ പല ഭരണാധികാരികളും മുന്നോട്ടു വന്നെങ്കിലും ആർക്കും അത് ഒരടുലം പോലും ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. രാവണനും അതിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. അഹങ്കാരിയും ആത്മവിശ്വാസം നിറഞ്ഞവനുമായിരുന്നതിനാൽ തനിക്ക് വില്ല് എളുപ്പത്തിൽ ഉയർത്താൻ കഴിയുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. അദ്ദേഹം ശിവന്റെ പരമഭക്തനായിരുന്നുവെങ്കിലും അഹങ്കാരം കാരണം
സ്വന്തം ഇഷ്ടദേവനെപ്പോലും ബഹുമാനിക്കാൻ മറന്നുപോയി. വില്ല് വെച്ചിരുന്ന വേദിക്കരികിലേക്ക് അലസമായി നടന്നു ചെന്ന രാവണൻ തന്റെ ചെറുവിരൽ കൊണ്ട് അത് ഉയർത്താൻ കഴിയുമെന്ന് വീമ്പു പറഞ്ഞു. തുടർന്ന് വളരെ കുറഞ്ഞ പ്രയത്നത്തോടെ അത് ഉയർത്താൻ ശ്രമിച്ചു. അത് ചലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം കൂടുതൽ ശ്രമിക്കുകയും ഒടുവിൽ തന്റെ സർവശക്തിയും പ്രയോഗിക്കുകയും ചെയ്തു. പലതവണ ശ്രമിച്ചതിനു ശേഷം രാവണന് വില്ല് നിലത്തുനിന്ന് അല്പം ഉയർത്താൻ കഴിഞ്ഞു. എന്നാൽ അത് അദ്ദേഹത്തിന് താങ്ങാനാവാത്ത വിധം ഭാരമുള്ളതായിരുന്നു. അത് വലിയൊരു ശബ്ദത്തോടെ വീണ്ടും വേദിയിലേക്ക് തന്നെ വീണു. നിരാശനും അപമാനിതനുമായി രാവണൻ തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. എന്നാൽ എന്തു വന്നാലും സീതയെ സ്വന്തമാക്കുമെന്ന് അദ്ദേഹം ഉള്ളിൽ പ്രതിജ്ഞയെടുത്തു. അയോധ്യയിലെ രാജകുമാരനായ രാമനും അനുജൻ ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിക്കൊപ്പം സദസ്സിലുണ്ടായിരുന്നു. രാമന്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം മഹർഷിയെ വിനയപൂർവ്വം വണങ്ങി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത ശേഷം ശിവനോട് പ്രാർത്ഥിച്ച് ശിവധനുസ്സിനു മുന്നിൽ പ്രണമിച്ചു. താഴേക്ക് കുനിഞ്ഞ് അദ്ദേഹം യാതൊരു പ്രയത്നവുമില്ലാതെ ഒറ്റയടിക്ക് വില്ല് ഉയർത്തുകയും അതിൽ ഞാൻ തൊടുക്കുകയും ചെയ്തു. വില്ലിന്റെ നാദം മൈലുകളോളം പ്രതിധ്വനിച്ചു. അസാധ്യമായത് സാധ്യമാക്കിയ ആ യുവരാജാവിനെ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ആർത്തുവിളിച്ച് അഭിനന്ദിച്ചു. തുടക്കത്തിൽ നിരാശനായിരുന്ന ജനകൻ തന്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തിയതിൽ അതീവ സന്തുഷ്ടനായി. രാമൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതിൽ സീതയും ആഹ്ലാദഭരിതയായിരുന്നു. രാമനെ കണ്ട നിമിഷം തന്നെ അവൾ പ്രണയത്തിലാവുകയും ഈ നിമിഷത്തിനായി പ്രാർത്ഥിക്കുകയുമായിരുന്നു. അവൾക്കൊരിക്കലും രാവണനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അയാൾ വില്ലുയർത്താൻ ശ്രമിച്ചപ്പോൾ അവൾ ഭയപ്പെടുകയും ചെയ്തിരുന്നു. വിവാഹ ചടങ്ങുകൾ വളരെ ഗംഭീരമായി നടന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രാമനും സീതയും ദമ്പതികളായി. കോപത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ രാവണനൊഴികെ മറ്റെല്ലാവരും സന്തോഷിച്ചു. വിവാഹം കഴിഞ്ഞയുടൻ രാമന്റെ മാതാവായ കൈകേയി തന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് രാമനെ കാട്ടിലയക്കുകയും തന്റെ മകനായ ഭരതനെ രാജാവാക്കുകയും ചെയ്തു. സീതയും ലക്ഷ്മണനും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ സ്വമനസ്സാലെ ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്രയിൽ രാമനൊപ്പം ചേർന്നു. ഇതേസമയം രാമന്റെ കൈകളിൽ നിന്ന് നേരിട്ട അപമാനത്തിൽ രാവണൻ ഇപ്പോഴും ക്രോധാകുലനായിരുന്നു. പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിലെ കാട്ടിലേക്ക് മാറിയത് രാവണന് താൻ നാളുകളായി കാത്തിരുന്ന അവസരം നൽകി. സീതയെ അപഹരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമിതാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. രാവണൻ തന്റെ മാതുലനായ മാരീചന്റെ സഹായത്തോടെ സീതയെ ലങ്കയിലോട്ട് തട്ടിക്കൊണ്ടുപോയ കഥ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. വിഭീഷണൻ എപ്പോഴും രാവണന്റെ നിലപാടുകൾക്ക് എതിരായിരുന്നു. സീതയെ തട്ടിക്കൊണ്ടുപോയ തന്റെ സഹോദരന്റെ ക്രൂരവും ഭീരുത്വവുമായ പ്രവൃത്തിയെ അദ്ദേഹം ശക്തമായി എതിർത്തു. ഇനി ഇത് സഹിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ അദ്ദേഹം ഉപദേശത്തിനായി തന്റെ മാതാവായ കൈകസിയെ സമീപിച്ചു. ജ്ഞാനിയായ ആ സ്ത്രീ ലങ്ക വിട്ടുപോയി രാമനോടൊപ്പം ചേരാൻ അവനോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് രാമൻ രാവണനോട് പോരാടി സീതയെ തിരികെ കൊണ്ടുവരുന്നതിനായി ഒരു സൈന്യത്തെ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു. അമ്മയുടെ ഉപദേശപ്രകാരം വിഭീഷണൻ ലങ്കയിൽ നിന്ന് പലായനം ചെയ്യാനും രാമനുമായി കൈകോർക്കാനും തീരുമാനിച്ചു. പോകുന്നതിനു മുൻപ് അദ്ദേഹം അശോകവനത്തിൽ സീതയ്ക്ക് കാവൽ നിൽക്കുകയായിരുന്ന തന്റെ മകൾ ത്രിജടയെ വിളിച്ചു. അവളെ നന്നായി നോക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ പദ്ധതികളെക്കുറിച്ച് ഭാര്യ സരമയോടും പറയുകയും സ്വന്തം കാര്യം നന്നായി നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തന്റെ ഗദയും കൈയിലേന്തി പ്രിയപ്പെട്ട 2 രാക്ഷസന്മാരോടൊപ്പം രഹസ്യമായി ലങ്ക വിട്ടു. കീഴടങ്ങാനായി ഒരു യോദ്ധാവിനെ കാണാൻ പോകുമ്പോൾ ആയുധങ്ങളൊന്നും കരുതരുത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ
വിഭീഷണൻ തന്റെ ഗദ കൂടെ കരുതിയതിന് ഒരു കാരണമുണ്ടായിരുന്നു. രാമനും ലക്ഷ്മണനും വാനരസേനയും ഇരുന്നിരുന്ന രാമേശ്വരത്തിന്റെ തീരത്ത് ഒടുവിലെത്തിയപ്പോൾ അദ്ദേഹം വികാരാധീനനായി. ഒടുവിൽ തന്റെ ജീവിതകാലം മുഴുവൻ സേവിക്കാൻ നിയോഗിക്കപ്പെട്ട തന്റെ ഭഗവാന്റെ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. വിഭീഷണൻ കയ്യിൽ ഗദയുമായി വരുന്നത് കണ്ട് ഹനുമാനും സുഗ്രീവനും തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന് കരുതി. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം കയ്യിൽ ആയുധം കരുതിയതെന്ന് രാമൻ ഉടൻ തന്നെ മനസ്സിലാക്കി. ലക്ഷ്മണൻ തന്റെ ആദിശേഷനും ഭരതനും ശത്രുഘ്നനും യഥാക്രമം തന്റെ ശംഖും ചക്രവുമാണെന്നതുപോലെ വിഭീഷണൻ യഥാർത്ഥത്തിൽ തന്റെ ഗദയാണെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. തിന്മയോട് പോരാടി നശിപ്പിക്കുന്നതിനായി വിഷ്ണു ഭൂമിയിൽ അവതാരമെടുക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഗദയും ശംഖും ചക്രവും ഏതെങ്കിലും മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അവർ ഭഗവാനെ തിന്മകളോട് പോരാടാനും ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനും സഹായിക്കുന്നു. വിഭീഷണൻ രാമനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വിനയപൂർവം വീണു. രാമൻ അവനെ സ്നേഹപൂർവം തങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. ലങ്കൻ സൈന്യത്തിന്റെ എല്ലാ രഹസ്യങ്ങളും തന്ത്രങ്ങളും വെളിപ്പെടുത്തിക്കൊടുത്തതിലൂടെ വിഭീഷണൻ രാമനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും ഒരു വലിയ സമ്പത്താണെന്ന് തെളിഞ്ഞു. തന്റെ സഹോദരനെ പരാജയപ്പെടുത്തുകയും യുദ്ധത്തിൽ രാമൻ വിജയിയായി മാറുന്നത് കാണുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. പുലസ്ത്യവംശത്തിന്റെ കുലദൈവമായ നികുംബിലദേവിയുടെ ക്ഷേത്രത്തിലേക്കുള്ള രഹസ്യവഴിയും വിഭീഷണൻ വെളിപ്പെടുത്തി. അവിടെ രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് രാമനെ പരാജയപ്പെടുത്താനായി ഒരു യജ്ഞം നടത്തുകയായിരുന്നു. ലക്ഷ്മണൻ ഉടൻ തന്നെ ഉള്ളിൽ കടന്ന് ആ യജ്ഞം നശിപ്പിച്ചു. അതുവഴി അവരുടെ കുലദൈവത്തിന്റെ അനുഗ്രഹം ഇന്ദ്രജിത്തിന് നഷ്ടമായി. തുടർന്ന് രാമനെ ഭസ്മമാക്കാൻ ചില ആഭിചാര കർമ്മങ്ങളും യാഗങ്ങളും നടത്താൻ ഇന്ദ്രജിത്ത് തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം പ്രയോഗിച്ച മാന്ത്രിക വിദ്യകൾ രാമന്റെ സൈന്യത്തിനിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. ഒരു അസുരനായതിനാൽ വിഭീഷണൻ എന്താണ് സംഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. ഇന്ദ്രജിത്തിന്റെ ആഭിചാരക്രിയകളുടെ ശക്തി ഇല്ലാതാക്കാൻ അദ്ദേഹം മറുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഇന്ദ്രജിത്ത് തന്റെ മാന്ത്രിക കർമ്മങ്ങളെല്ലാം ചെയ്തിരുന്ന ഞാവൽ മരത്തെക്കുറിച്ചും വിഭീഷണൻ രാമനും ലക്ഷ്മണനും മുന്നറിയിപ്പ് നൽകി. ആ സ്ഥലം ആഭിചാര കർമ്മങ്ങൾക്കിടയിൽ ബലി നൽകപ്പെട്ട മനുഷ്യരുടെ ശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഇന്ദ്രജിത്തിന്റെ ശക്തി വർദ്ധിക്കുമെന്ന് അദ്ദേഹം അവരെ അറിയിക്കുകയും എങ്ങനെയെങ്കിലും അവനെ ആ മരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഉപദേശിക്കുകയും ചെയ്തു. ലങ്കയിലേക്കുള്ള സേതുബന്ധനം പൂർത്തിയായതോടെ രാമൻ ആ രാജ്യത്തേക്ക് കടക്കുകയും രാവണനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ദീർഘനേരം കഠിനമായി പോരാടിയിട്ടും അദ്ദേഹത്തിന് അസുരരാജാവിനെ വധിക്കാൻ കഴിഞ്ഞില്ല. തന്റെ സഹോദരൻ രാമന്റെ സൈന്യത്തിന് വരുത്താനിടയുള്ള നാശനഷ്ടങ്ങൾ കണ്ട് വിഭീഷണൻ മുന്നോട്ടുവന്ന് രാവണന്റെ മരണത്തിന്റെ രഹസ്യം രാമന് വെളിപ്പെടുത്തി. രാവണൻ തന്റെ നാഭിയിലാണ് അമൃത് സൂക്ഷിച്ചിരുന്നതെന്നും അവനെ വധിക്കണമെങ്കിൽ നാഭിയിൽ അമ്പെയ്ത് അമൃത് ഉണക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാമൻ ഉടൻ തന്നെ ഒരു അമ്പെടുത്ത് ലക്ഷ്യം വെച്ച് രാവണൻ നേരെ തൊടുത്തു. ആ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും രാവണന്റെ നാഭി തുളയ്ക്കുകയും ചെയ്തു. അവനെ തൽക്ഷണം വധിച്ചു. രാമൻ വിഭീഷണനെ ലങ്കയിലെ രാജാവായി വാഴിക്കുന്നു. തുടർന്ന് രാമൻ സന്തുഷ്ടയായ സീതയെ തടവിൽ നിന്ന് മോചിപ്പിക്കുകയും അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയും ചെയ്തു. പോകുന്നതിനു മുൻപ് അദ്ദേഹം വിഭീഷണന് ശശ്രീ മഹാവിഷ്ണുവായുള്ള തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ലങ്കയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു. എപ്പോഴും ധർമ്മം മനസ്സിൽ വെച്ചുകൊണ്ട് വിവേകത്തോടെ ഭരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭക്തിയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ഉദാത്തമായ മാതൃകയായിരുന്നു വിഭീഷണൻ. ലങ്കയുടെ സിംഹാസനത്തിലേറിയ ശേഷം
അദ്ദേഹം തന്റെ പ്രജകളെ പരിവർത്തനം ചെയ്യാനും അവരെ ധർമ്മത്തിന്റെയോ നീതിയുടെയോ പാതയിലൂടെ നയിക്കാനും ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പത്നിയായ സരമയും ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളിലും അവർ സഹായിച്ചു. ഭഗവാന്റെ കൃപയാൽ അദ്ദേഹം ഹൈന്ദവ മതത്തിലെ ചിരഞ്ജീവികളിൽ ഒരാളായി അറിയപ്പെട്ടു. രാമന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഭൂമിയിൽ തുടരുകയും ഭഗവാനോടുള്ള ഭക്തിയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. രാമൻ ജനിച്ച സൂര്യവംശത്തിന്റെ കുലദൈവമായ രംഗനാഥസ്വാമിയുടെ പരമഭക്തനായും അദ്ദേഹം മാറി. പ്രതീകാത്മകമായി വിഭീഷണൻ ഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അസുരനായിരുന്നിട്ടും ഭഗവാൻ തന്റെ ഭക്തർക്കിടയിൽ വ്യത്യാസം കാണിക്കുന്നില്ലെന്നും എല്ലാ ജീവികളിലും ഒരേപോലെ കൃപ ചൊരിയുന്നുവെന്നും അദ്ദേഹത്തിന്റെ കഥ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് വിഭീഷണന്റെ മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഒരു കഥ കേൾക്കാം. തുളസീദാസിന്റെ രാമായണമനുസരിച്ച് രാവണന്റെയും വിഭീഷണന്റെയും മുൻജന്മത്തെക്കുറിച്ച് രസകരമായൊരു ഐതിഹ്യമുണ്ട്. പണ്ട് പ്രതാപഭാനു എന്നൊരു രാജാവുണ്ടായിരുന്നുവെന്ന് ഈ കഥ വിവരിക്കുന്നു. അദ്ദേഹത്തിന് അരിമർദ്ദനൻ എന്നൊരു സഹോദരനും ധർമ്മരുചി എന്നൊരു മന്ത്രിയുമുണ്ടായിരുന്നു. അവരുടെ സഹായത്തോടും മാർഗനിർദ്ദേശത്തോടും കൂടി രാജാവ് അയൽ രാജ്യങ്ങൾ പലതും കീഴടക്കുകയും തന്റെ രാജ്യം വളരെക്കാലം സമർത്ഥമായി ഭരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയും പ്രജകളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഒരു ദിവസം പ്രതാപഭാനു രാജാവ് കാട്ടിൽ നായാട്ടിന് പോയി. അവിടെ വെച്ച് അദ്ദേഹം ഒരു കരടിയെ കാണുകയും അതിനെ അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കരടി രക്ഷപ്പെട്ടു. അതിനെ പിന്തുടർന്ന് കാട്ടിനുള്ളിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തിന് അതിനെ കണ്ടെത്താനായില്ല. വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് കാട്ടിൽ വഴിതെറ്റി. ക്ഷീണിതനും ദാഹാർത്തനുമായി അദ്ദേഹം അലഞ്ഞുതിരിഞ്ഞു. ഒടുവിലൊരു ആശ്രമം കണ്ടു. മുമ്പ് പ്രതാപഭാനുവിനോട് പോരാടി പരാജയപ്പെട്ട രാജാക്കന്മാരിൽ ഒരാൾ അതേ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സന്യാസി വേഷത്തിലാണ് ജീവിച്ചിരുന്നത്. രാജാവിനെ തിരിച്ചറിഞ്ഞ അദ്ദേഹം തന്റെ അപമാനകരമായ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം പ്രതാപഭാനുവിനെ സമീപിച്ച് അവിടെയുള്ള എല്ലാ ബ്രാഹ്മണരെയും ക്ഷണിക്കുകയും അവരെയെല്ലാം പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ തനിക്ക് അദ്ദേഹത്തെ അമരനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ബ്രാഹ്മണർക്ക് വിളമ്പേണ്ട ഭക്ഷണം പാകം ചെയ്യാമെന്ന് ആ സാധു സമ്മതിച്ചു. പ്രതാപഭാനു അത് സമ്മതിച്ചു. എന്നാൽ ആ സാധു പാചകം ചെയ്യുന്നതിനിടയിൽ രഹസ്യമായി ഒരു ബ്രാഹ്മണന്റെ മാംസം അതിൽ കലർത്തിയത് രാജാവ് അറിഞ്ഞില്ല. എല്ലാവരും സദ്യ കഴിക്കാൻ തയ്യാറായപ്പോൾ ഭക്ഷണത്തിൽ ബ്രാഹ്മണമാംസം കലർന്നിട്ടുണ്ടെന്നും അതിനാൽ അത് കഴിക്കരുതെന്നും ഒരു ആകാശവാണി അവർക്ക് മുന്നറിയിപ്പ് നൽകി. കോപാകുലരായ ബ്രാഹ്മണർ പ്രതാപഭാനുവിനെയും കുടുംബത്തെയും അടുത്ത ജന്മത്തിൽ അസുരന്മാരായി ജനിക്കുമെന്നും ഒടുവിൽ അവർ നശിപ്പിക്കപ്പെടുമെന്നും ശപിച്ചു. രാജാവ് നിരപരാധിയാണെന്നും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരാകാശവാണിയും മുഴങ്ങി. എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ശാപം ഫലിച്ചു. അതേസമയം ഈ ക്രൂരകൃത്യത്തിന് ഉത്തരവാദിയായ മറ്റേ രാജാവ് അവിടെ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു. അടുത്ത ജന്മത്തിൽ പ്രതാപഭാനു രാവണനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ അസുരകുലത്തിൽപ്പെട്ടവരായി മാറി. അദ്ദേഹത്തിന്റെ സഹോദരൻ അരിമർദ്ദനൻ കുംഭകർണനായി ജനിച്ചു. എപ്പോഴും ധർമ്മത്തിന്റെ പാത പിന്തുടരാൻ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്ന മന്ത്രി ധർമ്മരുചി രാവണന്റെ സഹോദരനായ വിഭീഷണനായി പുനർജനിച്ചു. സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങുന്നതിനു മുൻപ് രാവണന്റെ വിധവയും ലങ്കയിലെ രാജ്ഞിയുമായ മണ്ഡോദരിയെ വിഭീഷണൻ വിവാഹം കഴിക്കണമെന്ന് രാമൻ ഉപദേശിച്ചു. ദുഃഖിതയായ മണ്ഡോദരിയെ അദ്ദേഹം സന്ദർശിക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും രാജ്യത്തോടുള്ള അവളുടെ കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഹൈന്ദവ പുരാണങ്ങളിലെ 5 ശ്രേഷ്ഠ നാരിമാരിൽ
മാതൃകാ വനിതകളിൽ ഒരാളാണ് മണ്ഡോദരി. അഹല്യ, ദ്രൗപദി, കുന്തി, താര എന്നിവരാണ് മറ്റ് 4 പേർ. അവൾ ഉദാത്ത സ്വഭാവഗുണമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഭർത്താവിനോട് പൂർണ്ണമായും വിശ്വസ്തയായിരുന്നു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതിന് അവൾ എതിരായിരുന്നു. അവളെ രാമന് തിരികെ നൽകാൻ അവൾ അവനോട് അഭ്യർത്ഥിച്ചു. രാവണൻ ചെയ്യുന്നത് അധർമ്മമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും എന്തു വന്നാലും അദ്ദേഹത്തിൻ്റെ അരികിൽ നിൽക്കണമെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അപ്പോഴേക്കും വിവാഹിതനും ഒരു മകളുമുള്ള വിഭീഷണനെ വിവാഹം കഴിക്കാൻ മണ്ഡോദരി തയ്യാറായില്ല. രാമനും സംഘവും ലങ്ക വിട്ടതിനു ശേഷം അവൾ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ബാഹ്യലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിനു ശേഷം അവൾ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങിയെത്തുകയും വിഭീഷണനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സംഭവം തുളസീദാസിന്റെ രാമചരിതമാനസത്തിലും പരാമർശിക്കുന്നുണ്ട്. വിഭീഷണനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതിന്റെ കാരണങ്ങൾ എന്തുതന്നെയായാലും മണ്ഡോദരി അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കുകയും ലങ്കാരാജ്യത്തെ നന്മയുടെയും ധർമ്മത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്നത് തുടരുകയും ചെയ്തു. വിഭീഷണന്റെ കഥാപാത്രം ഒരാളെ ധർമ്മനിഷ്ഠയുള്ള ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ധാരാളം വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. സ്വന്തം സഹോദരനെ വഞ്ചിക്കുകയും അന്യനായ ഒരു ശത്രുവിനൊപ്പം ചേരുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. തുടർന്ന് അദ്ദേഹം ലങ്കയുടെ ഭരണാധികാരിയാകുകയും സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നിരുന്നാലും സ്വഭാവം, മൂല്യങ്ങൾ, ധർമ്മം എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കാനാണ് ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഒരു സാധാരണ വായനക്കാരൻ ഈ ഇതിഹാസങ്ങളെ കറുപ്പും നല്ലതും ചീത്തയുമായി മാത്രം കാണാനാണ് താൽപ്പര്യപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊരിക്കലും അങ്ങനെയല്ല. നന്മയും തിന്മയും നമ്മളിലെല്ലാവരിലുമുണ്ട്. നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നതും നമ്മൾ എങ്ങനെയുള്ള ആളാണെന്ന് മാറ്റുന്നതുമായ ചില തെറ്റും ചേർന്ന സ്വഭാവങ്ങൾ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിഭീഷണൻ ശ്രീമഹാവിഷ്ണുവിന്റെ ഗദയുടെ പ്രതീകമായിരുന്നു. ഈ ജന്മത്തിൽ തന്റെ ഭഗവാന്റെ അടുക്കലേക്ക് മടങ്ങുക എന്നത് ദൈവനിയോഗമാണെന്ന് അദ്ദേഹം ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞിരുന്നു. രാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നും അദ്ദേഹത്തെ സേവിക്കാൻ താൻ നിയോഗിക്കപ്പെട്ടവനാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആ പരിധിവരെ വിഭീഷണൻ തന്റെ വ്യക്തിപരമായ ധർമ്മകടമകളിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിച്ചില്ല. രാമായണം പോലുള്ള ഇതിഹാസങ്ങൾ ധർമ്മത്തിന്റെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കഥാപാത്രങ്ങളെയാണ് നമുക്ക് മുന്നിലെത്തിക്കുന്നത്. ഈ കഥയിൽ വിഭീഷണനോ കുംഭകർണനോ അവരുടെ വ്യക്തിപരമായ ധർമ്മസങ്കല്പത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. അവർ കേവലം ഒരു ധാർമ്മിക പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടപ്പെടുകയായിരുന്നു. രാവണൻ ധർമ്മത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കുംഭകർണനും അറിയാമായിരുന്നു. എങ്കിലും രാവണൻ തന്റെ ഉപദേശം അനുസരിക്കാതിരുന്നിട്ടും സ്വന്തം വംശത്തോട് വിശ്വസ്തത പുലർത്താനാണ് അദ്ദേഹം തീരുമാനിച്ചത്. മറുവശത്ത് വിഭീഷണൻ തന്റെ ഉപദേശം പരാജയപ്പെട്ടപ്പോൾ സ്വന്തം വംശത്തെ എതിർക്കാൻ തീരുമാനിച്ചു. അതിനാൽ ഇത് വ്യക്തിപരമായ തത്വങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അതിൽ ഉറച്ചു നിൽക്കുന്നതിനുമുള്ള കാര്യമായിരുന്നു, അല്ലാതെ ശരിയും തെറ്റും തമ്മിലുള്ള കാര്യമായിരുന്നില്ല. തന്റെ ജീവിതത്തിലുടനീളം വിഭീഷണൻ ഭക്തനും നിർമ്മലഹൃദയനും ധർമ്മനിഷ്ഠയുള്ളവനുമായിരുന്നു. അദ്ദേഹം ഒരിക്കലും മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം തന്റെ കടമകൾ വിവേകത്തോടെയും നീതിയുക്തമായും നിർവഹിച്ചു.